അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരേലിയകൾ വളരാനുള്ള ടിപ്സ്, 2 ടിപ്സ് ഉണ്ട്. അപ്പം അതെന്താണ് പെട്ടെന്ന് വളരാനുള്ള ഈ 2 ടിപ്സ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഗ്രീൻ അരേലിയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ 4 മാസം മുന്നേ നട്ടുപിടിപ്പിച്ചൊരു അരേലിയാണ്. അപ്പം ഇതാണ് നമ്മളെ വെരിഗേറ്റഡ് ആയിട്ടുള്ള അരേലിയ കേട്ടോ. ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ വൈറ്റും ഗ്രീനും ഷെയ്ഡോട് കൂടിയിട്ടുള്ള ലീഫാണ്. അപ്പം ഇതൊക്കെ നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു അരേലിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ 4 മാസമായിട്ടുള്ള നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട്. അപ്പം നമ്മളെ വീഡിയോയിൽ ചെറിയൊരു മങ്ങലുണ്ട്, നമ്മളെ അന്തരീക്ഷത്തിൽ കോട ഇറങ്ങിയ പോലെ ഒരു പ്രകൃതിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ സ്റ്റെമ്മുകൾ പിടിപ്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഒരു 4 മാസമായിട്ട് ഇത് ഇത്രയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതിന് എന്താണ് ഇതുപോലെ ബുഷിയായിട്ട് വരാൻ നമ്മൾ ചെയ്യണമെന്നും അതിൻ്റെ ടിപ്സുകളൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അരേലിയകൾ 3-4 വിധത്തിൽ നമുക്ക് കാണപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ പാകെ 2 അരേലിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള അരേലിയനെ ഞാനിവിടെ തൂമ്പ് നുള്ളി നിർത്തിയിരിക്കുക കേട്ടോ. ഏകദേശം ഒന്ന് നീളം വെച്ച് പോകുമ്പോൾ നമ്മൾ മെല്ലെ അതിൻ്റെ തൂമ്പൊന്ന് എടുത്ത് കൊടുത്താൽ വീണ്ടും അതിൻ്റെ അടിയിൽ നല്ല പോലെ ശിഖരങ്ങൾ വന്നിട്ട് അതങ്ങോട്ട് ബുഷിയായിട്ട് തന്നെ അടിയിൽ നിന്ന് തൊട്ടേ വളരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിതുപോലെ ചെറിയ തൂമ്പ് നട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ കണ്ടില്ല, അതിനൊക്കെ നല്ല പോലെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ തൂമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പം അതൊക്കെ ഇതുപോലെ ഇതിൻ്റെ അടിവശത്ത് കൂടെയൊക്കെ നമുക്ക് കുത്തി കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് വേര് വന്നാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വേറൊരു പോട്ടി മിക്സ് നിറച്ചിട്ട് നമുക്കതിനെ മാറ്റി നടാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ വെരിഗേറ്റഡ് അരേലിയൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതിൻ്റെ ഏത് സ്റ്റെമ്മ് നട്ടാലും നമുക്ക് വേഗത്തിൽ വേര് മുളപ്പിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കിനെ വേര് കിളിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം വെള്ളത്തിൽ വെച്ച് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി നടാവുന്നതാണ്. എന്നാൽ ഈ ഗ്രീൻ അരേലിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ ട്രിം ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമുള്ള നമുക്കിതിനെ പെട്ടെന്ന് ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഇതിനും ഈ ഗ്രീൻ അരേലിയ അതേപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള അരേലിയൻ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ട്രിമ്മിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ അരേലിയകളൊക്കെ നമ്മളൊരു 4-5 മാസമായിട്ടുള്ളൂ കേട്ടോ നട്ടുപിടിപ്പിച്ചിട്ട്. അപ്പോഴത്തേനും ഇതുപോലെ ഈ ഗ്രീൻ അരേലിയൊക്കെ എത്രയും ബുഷിയായിട്ട് വളരാൻ ഞാൻ എന്താണ് ഈ ഫെർട്ടിലൈസർ കൊടുത്തത്, അതുപോലെ തന്നെ ഇത് ട്രിം ചെയ്യുന്ന വീഡിയോയും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലേക്ക് അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ ഈ അരേലിയ, ഈ ഗ്രീൻ അരേലിയ ഉണ്ടല്ലോ, നല്ല പച്ച കളറിലായിരുന്നു എനിക്ക് കിട്ടുമ്പോൾ കേട്ടോ. ഒരു സ്റ്റെമ്മ് കിട്ടുമ്പോൾ ഇത് നമ്മൾ വെയിലത്ത് വെക്കണോണ്ടാണ് ഇതിൻ്റെ കളറ് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് ഇത് മാറി വന്നത് കേട്ടോ. നല്ല പോലെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡായിട്ടത് നിറഞ്ഞു വരുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ചെറിയ സ്റ്റെമ്മുകൾ നട്ട് പിടിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നടുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണും കേട്ടോ. ഇതുപോലെ ഇത് ഗ്രീൻ കളറിലായിരുന്നു ഇത് നട്ട് പിടിപ്പിക്കുമ്പോൾ കേട്ടോ. പിന്നെ നമ്മൾ അതിനെ വേര് പിടിച്ച് കുറച്ചൊരു പ്രായം ഒന്നുകൂടി കണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ നല്ല പോലെ പോട്ടി മിക്സ് തയ്യാറാക്കി വലിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമുക്ക് നല്ലൊരു വെയിലത്തേക്ക് അതിനെ മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വളരുന്നതിനനുസരിച്ച് നമ്മൾ ട്രിം ചെയ്ത് കൊടുത്ത് അങ്ങനെ വളർത്തിയാൽ നമുക്ക് വേഗത്തിൽ അതിനെ ബുഷിയാക്കിയിട്ട് അതേപോലെ നല്ല ബോളാക്കിയിട്ട് നമുക്കിനെ വേഗത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഇതിന് കൊടുക്കണ ഫെർട്ടിലൈസർ എന്താണെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളെ ഒരു ദിവസം നമ്മൾ വീട്ടിലെടുക്കണ വെജിറ്റബിൾസിൻ്റെ അതേപോലെ തന്നെ മുട്ടത്തോട് അതുപോലെ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ എല്ലാം നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് ബാക്കിയുള്ള ചായേൻ്റെ ചണ്ടി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ ഫെർട്ടിലൈസറിലേക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിതിനെ ചെയ്ത് വെച്ചത് ഇതുപോലെ ഒരിച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒഴിവാക്കി ഒരു ബക്കറ്റിൽ ഇതുപോലെ മൂടി വെക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെ എത്ര കാലമായാലും നമുക്കതിന് ഗുണമേന്മ കൂടി വരുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ ഒരു 4 മാസമൊക്കെ മുന്നേ ഇവിടെ തയ്യാറാക്കി വെച്ചതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും അങ്ങനെ കമ്പോസ്റ്റിൽ ഇട്ടതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർക്ക് കൊണ്ടുവന്ന് ഇടലാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും അങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ഇളക്കിയിട്ട് മൂടി വെക്കുക കേട്ടോ. അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് ഫെർട്ടിലൈസർ അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിലൊരു 10
ഇരട്ടി വെള്ളം അധികം ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ അതിനെ ഡയലൂട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അല്ലാതെ ഇതുപോലെ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ഒഴിച്ചാലും അതേപോലെ തന്നെ വെള്ളം കുറച്ച് ചേർത്തുകൊണ്ട് നമ്മളത് ഒഴിച്ചാലും നമ്മളെ ചെടി തീർച്ചയായിട്ടും ചെടി കരിഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ആരും അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് പോകരുത്. നല്ല എന്താ പറയുക, നല്ല കാഠിന്യം കൂടിയൊരു വളമാണ് കേട്ടോ ഇത് നമ്മൾ. അപ്പം ഇതിലേക്ക് ഞാൻ എന്താ 10 ഇരട്ടിയോളം ഇതിന് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇത് ചെടികളിലേക്ക്. അപ്പം ഏകദേശം 1/2 ബക്കറ്റോളം ഞാനിവിടെ വെള്ളം ചേർത്തിട്ട് ഇത് നിറച്ചെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് മാത്രമുള്ളൂ നമ്മളത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇതുപോലെ നമ്മൾ ഫെർട്ടിലൈസർ തയ്യാറാക്കിയിട്ട് നമ്മളെ ചെടികൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ നമ്മളെ ചെടിയിൽ പൂവും കായും പച്ചക്കറികൾക്കാണെങ്കിലും അതുപോലെ നമ്മളെ നട്ട ചെടി മുറ്റത്തുള്ള ചെടികൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഗുണം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിതിനെ നമ്മളെ ഈ അരേലിയകൾക്ക് ഞാൻ വേഗത്തിൽ വളരാൻ ചെയ്യണ ഒരു വളം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പം ഇതിന് നമ്മളൊരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഒഴിക്കാൻ നോക്കുക. ഞാനൊരു 15 ദിവസം കൂടുമ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള വേര് പിടിച്ച ചെടികൾക്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് ഗ്രൗത്ത് തുടങ്ങിയെന്ന് കണ്ടാൽ നമുക്ക് ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ചെടി വേഗത്തിൽ വളരുന്നതാണ് കേട്ടോ. അപ്പം ഈ നട്ട് വെച്ച ചെടികൾക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ ഈ ചെടികൾക്കൊന്നും ഈ ഫെർട്ടിലൈസർ കൊടുത്തിട്ടില്ല, ഈ ചെറിയ ചെടികൾക്ക് കേട്ടോ. അല്ലാതെ മുഴുവൻ വേര് പിടിച്ച ചെടികൾക്കും ഒക്കെ ഞാൻ ഈ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം വേര് പിടിപ്പിച്ച ചെടികളാണ്. അപ്പോൾ അതിനൊക്കെ അഗ്ലോണിമക്കൊക്കെ നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ അരേലിയയിൽ ചെയ്യണ ഒരു സൂത്രം എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യണത് ഇതിനെ ട്രിം ചെയ്യലാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ട്രിം ചെയ്യണമെന്നുള്ളതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഈ ചെറിയ ചെടി ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ട്രിം ചെയ്യാൻ എടുത്തിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പ്രായത്തിൽ തൊട്ട് നമ്മളെ ചെടി നമ്മൾ ട്രിം ചെയ്ത് തുടങ്ങിയെങ്കിൽ മാത്രമുള്ളൂ നമ്മളെ ചെടി നമുക്ക് വേഗത്തിൽ ബോളാക്കിയിട്ട് അതേപോലെ പുഷാക്കിയിട്ട് വളർത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്ന രണ്ടാമതായിട്ടുള്ള ഒരു ടിപ്സ് കേട്ടോ. അപ്പം ഇത്ര മാത്രം നമ്മളൊരു ഫെർട്ടിലൈസർ കൊടുക്കുക ഇതുപോലെ നമ്മൾ ട്രിം ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നമ്മൾ കുഞ്ഞു ചെടിയാകുമ്പോൾ തന്നെ നമുക്കതിനെ ബോൾ ഷേപ്പിലാക്കി നിർത്താൻ പറ്റും കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചെടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് നമുക്ക് വേഗത്തിൽ വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഇപ്പം ഞാൻ അപ്പുറത്തൊരു പോട്ട് കാണിച്ചു തന്നീന്നല്ലോ, അതിൻ്റെ തൂമ്പ് നമ്മൾ വേര് വന്നാൽ തന്നെ നമുക്ക് അപ്പം തന്നെ അതിന് തൂമ്പെടുത്ത് തുടങ്ങുക കേട്ടോ. ഇത് തന്നെ ഏകദേശം ഒരു കുഞ്ഞു ചെടിയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇതുപോലെ ട്രെയിൻ ചെയ്തിട്ടാണ് ഇതുപോലൊരു ബോളാക്കി എടുത്തത് കേട്ടോ. വീണ്ടും അതിന് തളിര് വന്നാൽ നമ്മൾ വീണ്ടും ട്രെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് 2 മാസം കൂടുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഇതിനെ ബുഷിയാക്കിയിട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ഏത് കുഞ്ഞ് അരയിലെ ചെടിയാണെങ്കിലും ഒരു വർഷം കൊണ്ട് വലിയൊരു ബോളാക്കിയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ ആവശ്യമുള്ളവർക്ക് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ആ ക്ഷമിക്കുക കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.